സോ ഈ റിയൽമി ഫോണിൽ ഡബിൾ അതായത് നോർമലി ഒരു ഫോണിൽ ഒരു ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. റിയൽമി ഈ ഫോണിൽ 2 ചിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കിട്ടുന്ന ഡിസ്പ്ലേ, ഒരു മഹാ യമണ്ടൻ ബാറ്ററി. പിന്നെ റിയൽമി പറയുന്നതനുസരിച്ച് ഇപ്പം മാർക്കറ്റിന്റെ അവസ്ഥ അറിയാലോ, എല്ലാ ഫോണുകളുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു മാർക്കറ്റിലും റിയൽമി ഈ ഒരു ഫോൺ നല്ല എഗ്രസീവ് പ്രൈസിങ്ങിൽ കൊണ്ടുവരും എന്നവർ പറയുന്നുണ്ട്. എനിവേ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ തന്നെ ഷെയർ ചെയ്താൽ പിന്നെ നിങ്ങൾ ഫുൾ വീഡിയോ കാണൂലല്ലോ, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്താൽ ലെറ്റ്സ് റോൾ. സോ ഈ ഫോൺ ഇതിന്റെ ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ടൈം നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബാക്കിലുള്ള ഈ ഒരു ഡ്യുവൽ ടോൺ ട്രാൻസ് ബോക്സ് ഡിസൈൻ ആണ്. ബേസിക്കലി ഒരു ട്രാൻസ്പെറന്റ് ബോക്സ് ഡിസൈൻ എന്നാണ് റിയൽമി പറയുന്നത്. നല്ല ഗ്ലോസി ഫിനിഷ് ആണ്, കണ്ടില്ലേ, കണ്ണാടി പോലെ ഇരിക്കുന്നു. സോ ചെറിയ രീതിയിലുള്ള ഫിംഗർ പ്രിന്റ് സ്മജസ് ഒക്കെ ഉണ്ടാവും, അതിങ്ങനെ തുടച്ച് കളയേണ്ടി വരും. പിന്നെ ഫോണിന്റെ വെയിറ്റും തിക്നെസ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. അതായത് സൂപ്പർ സ്ലിം അല്ലെങ്കിൽ സൂപ്പർ ലൈറ്റ് വെയിറ്റ് ഫോൺ എന്ന് പറയാൻ പറ്റൂല. പക്ഷേ ഈ ഫോണിൽ ഒരു വലിയ ബാറ്ററി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഐ എം ഓക്കെ വിത്ത് ദ വെയിറ്റ് ആൻഡ് തിക്നെസ്. പ്ലാസ്റ്റിക്കിന്റെ ബിൽഡിലാണ് വരുന്നത്. IP66, IP68 ആൻഡ് IP69 എന്ന ഈ 3 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗോടുകൂടിയാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന ഇലക്ട്രിക് സയാൻ ആൻഡ് ടൈറ്റാനിയം ഗ്രേ ആണ് 2 കളർ ഓപ്ഷൻസ്. നമുക്ക് നേരെ ഞാൻ ഇൻട്രോയിൽ മെൻഷൻ ചെയ്ത 2 ചിപ്പുകളിലേക്ക് വരാം. സോ ഫസ്റ്റ് ചിപ്പാണ് MediaTekന്റെ Dimensity 7400 അൾട്രാ ചിപ്സെറ്റ്. നല്ല ചിപ്സെറ്റ് ആണ്. അതിന്റെ കൂടെ LPDDR4X RAM ആൻഡ് UFS 3.1 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 മില്യൺ അല്ലെങ്കിൽ 10 ലാഖിന്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് നൈസ്. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല പച്ച ഗ്രാഫാണ് വരുന്നത്. 85% മേളിലുള്ള ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റിയും കാണിക്കുന്നുണ്ട്. സോ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴുള്ള ആനിമേഷൻ ആണെങ്കിലും പിന്നെ നമ്മൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഫോൺ കോൾ, യൂട്യൂബ്, ക്യാമറ, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. 12 GB വരെയുള്ള റാമും 256 GB വരെയുള്ള സ്റ്റോറേജ് ഈ ഫോണിന്റെ കൂടെ വരുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി അത്യാവശ്യം വലിയ സൈസുള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ വരുന്നുണ്ട്. സെക്കൻഡ് ചിപ്പാണ് ഹൈപ്പർ വിഷൻ പ്ലസ് AI ചിപ്പ്. സോ എന്താണ് ഈ AI ചിപ്പ് കൊണ്ടുള്ള ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ഗെയിമിങ്ങിൽ, സെക്കൻഡ് നമ്മൾ കണ്ടന്റ് കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. ഫസ്റ്റ് ഗെയിമിംഗ് നോക്കാം. ഉദാഹരണത്തിന് BGMI. സോ ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഫോൺ BGMIയിൽ 90 FPS, അതായത് സ്മൂത്ത്, എക്സ്ട്രീം, പ്ലസ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ 90 FPS കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഇതിന്റെ ഗെയിം ബാർ അല്ലെങ്കിൽ ഗെയിം മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ചില ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ ഈ ഗെയിമിംഗ് പെർഫോമൻസ്, ബാലൻസ്ഡ്, ബാറ്ററി സേവിംഗ് അല്ലെങ്കിൽ GT മോഡിൽ വെക്കാൻ പറ്റും. ഞാൻ GT മോഡായിരിക്കും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്, ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. അതിന്റെ താഴെ നമുക്ക് 3 ഫീച്ചേഴ്സ് കാണാം. ഈ 3 ഫീച്ചേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഹൈപ്പർ വിഷൻ പ്ലസ് ചിപ്പ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഈ ഹൈപ്പർ മോഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ FPS കൂടി 144 ആവുന്നുണ്ട്. സോ ഗെയിമിൻ്റെ FPS ഇപ്പോഴും 90 FPS തന്നെയാണ്, പക്ഷേ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് തോന്നും 144 FPS ഉള്ളതുകൊണ്ട്. സോ ഇതിലുള്ള ഈ ചിപ്പിൻ്റെ സഹായത്തോടെ ഗെയിമിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, കുറേ ഫ്രെയിംസ് ഉണ്ടല്ലോ, ഒരു സെക്കൻഡിൽ 90 ഫ്രെയിംസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രെയിംസ്, അതായത് ബ്ലാങ്ക് ഫ്രെയിംസ് കയറ്റിയിട്ടാണ് ഈ പറയുന്ന ആ ഒരു എക്സ്ട്രാ സ്മൂത്ത്നെസ് പോസിബിൾ ആവുന്നത്. അതാണ് ബേസിക്കലി ഈ ഒരു AI ചിപ്പിൻ്റെ ഗുണം. ഇനി BGMIൽ നമ്മൾ HDR സെറ്റിംഗ്സ് എനേബിൾ ചെയ്താൽ നമുക്ക് 40 FPS വരെ കിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു ഓൾവേസ് ഓൺ HDR ഫീച്ചർ നമ്മൾ യൂസ് ചെയ്താൽ കുറച്ചും കൂടി മികച്ച ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി കിട്ടും. എന്നാൽ FPS 90 FPS അല്ലെങ്കിൽ 144 FPS ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് പോലെ. ഇനി ആ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കുറച്ചും കൂടി ഷാർപ്പും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഹൈപ്പർ ക്ലാരിറ്റി ഫീച്ചറും സെലക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ടച്ച് റെസ്പോൺസ് ഉണ്ടല്ലോ, അതായത് തൊടുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര സ്മൂത്ത്നെസ്, ആ ഒരു റെസ്പോൺസ്, അത് നമുക്ക് കൂട്ടി അൾട്രാ ടച്ച് റെസ്പോൺസ് ആക്കാൻ പറ്റും. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈ ആക്കി വെക്കാം. പിന്നെ ഈ ടൂൾസ് സെഗ്മെന്റിൽ കയറി നോക്കിയാൽ ഇവിടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ബുള്ളറ്റ് നോട്ടിഫിക്കേഷൻസ്, സിസ്റ്റം സ്റ്റേറ്റസ് കാണാം, അതായത് FPS നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും, റാം ക്ലീനപ്പ് ചെയ്യാം, സ്ക്രീൻ റെക്കോർഡിംഗ്, AI ഗെയിമിംഗ് കോച്ച്, AI മോഷൻ കൺട്രോൾ, അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ BGMI മാത്രമല്ല, ഞാൻ ഈവൻ CODയിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. അതായത് നല്ല സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് CODയിലും കിട്ടിയത്. സോ അവിടെ നമുക്ക് 90 FPS കിട്ടുന്നുണ്ട്. അത് നമുക്ക് പുഷ് ചെയ്തിട്ട് 144 FPS ആക്കാൻ പറ്റും. മറ്റ് ഗെയിമുകളുടെ എക്സ്പീരിയൻസ്, ഫോർ എക്സാമ്പിൾ ഈ ഫുട്ബോൾ, ഒരുപാട് പേര് ഈ ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് അറിയാം. സോ ഈ ഫുട്ബോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് ഗ്രാഫിക് സെറ്റിംഗ്സിൽ 60 FPS ഈസിലി കളിക്കാൻ പറ്റുന്നുണ്ട്. ഇതാ ഞാൻ മേളിൽ 60 FPS കണ്ടോ, 59, 58, അത്യാവശ്യം നല്ല സ്റ്റേബിൾ FPS ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഈ ഹൈപ്പർ വിഷൻ പ്ലസ് AI ചിപ്പിന്റെ സെക്കൻഡ് ഉപയോഗമാണ് വീഡിയോ പ്ലേ ബാക്ക്. ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സൈഡ് ബാർ ഉണ്ടല്ലോ, പുതിയ ഹൈപ്പർ ഫീച്ചേഴ്സ് കാണാൻ പറ്റും.
സോ നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ എല്ലാ ഹൈപ്പർ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവും. AI ഓൾവേസ് ഓൺ HDR, ഹൈപ്പർ ക്ലാരിറ്റി, ഹൈപ്പർ മോഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് AI ഹൈപ്പർ ക്ലാരിറ്റിയാണ്. ശരിക്കും നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. സോ വീഡിയോ കാണുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഈ പ്രൈസ് സെഗ്മെന്റിൽ. അതായത് നോർമലി സാംസങ്ങിന്റെ ഈ വർഷം ഇറങ്ങിയ S26 Ultra ആണെങ്കിലും ഐഫോണിന്റെ 17 Pro Max ആണെങ്കിലും ഈ പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ഉപയോഗിച്ച് സാംസങ്ങിന്റെ M14 പാനൽ ഉണ്ടല്ലോ, അതായത് സാംസങ്ങിന്റെ M14 ലുമിനെസെന്റ് മെറ്റീരിയൽ ഉള്ള പാനൽ, എക്സാക്ട്ലി അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഡിസ്പ്ലേ ആണ് റിയൽമി P4S കൊടുത്തിരിക്കുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, 1.5K റെസൊല്യൂഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പ് വീഡിയോ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. സോ വീട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകുമ്പോഴും ഡിസ്പ്ലേയുടെ വിസിബിലിറ്റിയിൽ യാതൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. 6.78 ഇഞ്ച് സൈസും 144 Hz വരെയുള്ള റിഫ്രഷ് റേറ്റും ചുറ്റും യൂണിഫോം ബെസൽസ് ഉള്ള ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഗെയിമിംഗ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി 3000 Hz വരെയുള്ള ഇൻസ്റ്റന്റേനിയസ് ടച്ച് സാമ്പിളിംഗ്, ഐ കംഫർട്ട് മോഡ്, ഫ്ലിക്കറിംഗ് കുറയ്ക്കാൻ വേണ്ടിയുള്ള DC ഡിമ്മിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വോളിയം ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വോളിയം പുഷ് ചെയ്തിട്ട് 300% വരെ കൂട്ടാൻ പറ്റും. 8000 mAh മഹാ എമണ്ടൻ ബാറ്ററിയാണ് റിയൽമി ഈ ഒരു P4S ഇട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും വളരെ നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. എൻ്റെ ഒരു ഇനീഷ്യൽ യൂസിൽ 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഈസിലി, ഒരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ചും നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ, അതായത് ചെറിയ ഗെയിമിംഗ് ഒക്കെ ചെയ്യാം, ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ്, വീഡിയോ, പിന്നെ ക്യാമറ, ഫോൺ കോളിംഗ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഒക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കുകയാണെങ്കിൽ 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ നിങ്ങൾ ചാർജ് ചെയ്താൽ പിറ്റേ ദിവസം രാത്രി ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി 3-ാം ദിവസം രാവിലെ ചാർജ് ചെയ്താൽ മതി. ആ രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. സോ എപ്പോഴും ചാർജ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സംശയം വേണ്ട. ഇനി ചാർജ് ചെയ്യേണ്ടി വന്നാലും ബോക്സിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാം. ദാറ്റ് ഈസ് വെരി നൈസ് ആക്ച്വലി. 8000 mAh വലിയ ബാറ്ററി നോക്കുകയാണെങ്കിൽ. പിന്നെ ഈവൻ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് മറ്റൊരു ഫോൺ വയർഡ് വഴി റിവേഴ്സ് ചാർജും ചെയ്യാം. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 വരുന്നത്. റിയൽമി OS 7.0 ആണ് കൊടുത്തിരിക്കുന്നത്. റിയൽമി ഫോണിന്റെ കൂടെ 3 വർഷത്തെ അപ്ഡേറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാലോ, ഓപ്പോ, OnePlus, റിയൽമി ഫോൺസിൽ ഇനി അങ്ങോട്ട് അടുത്ത അപ്ഡേറ്റോട് കൂടി ഓപ്പോയിൽ കണ്ടുവരുന്ന കളർ വോയിസ് ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ നോർമലി റിയൽമി ഫോൺസിൽ ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഈ അനാവശ്യമായ ഗെയിംസും ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഫോണിൽ എൻ്റെ യൂണിറ്റിൽ ഇല്ലായിരുന്നു. ഓക്കെ, ആപ്പ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. പക്ഷേ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല. സോ ദാറ്റ് ഈസ് നൈസ്. പിന്നെ ഇതിന്റെ നോട്ട്സ് ആപ്ലിക്കേഷനിൽ AI റൈറ്റർ എന്ന ഫീച്ചർ ഉണ്ട്. അതായത് അറിയാലോ, ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും AI ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ തന്നിട്ടുണ്ട്. സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ ഡീസെന്റ് ഫോട്ടോസും വീഡിയോസും എടുത്തു തരുന്ന ഒരു ക്യാമറ സെറ്റപ്പ് ആണ്. ക്യാമറ അല്ല ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ഞാൻ പറഞ്ഞ പോലെ പെർഫോമൻസും ഡിസ്പ്ലേയും ഒക്കെയാണ്. സ്റ്റിൽ അറിയാലോ, റിയൽമി ഫോൺസിന്റെ ആ ഒരു ക്യാമറ പെർഫോമൻസ് ഭയങ്കര കളർഫുള്ളും ഭയങ്കര ബ്രൈറ്റ് ഫോട്ടോസ് ഒക്കെ ആയിരിക്കും എടുത്തു തരുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അൾട്രാ വൈഡ് ക്യാമറ 8 മെഗാപിക്സലേ ഉള്ളൂ. സോ കളേഴ്സ് പിന്നെ ഓക്കെ ആണ്, എന്നാൽ ഡീറ്റെയിൽസ് അത്യാവശ്യം കുറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് 1x and 2x സൂമിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. മെയിൻ ക്യാമറ 4K 30 FPS വരെയുള്ള വീഡിയോസ് നമുക്ക് എടുത്തു തരും. സ്റ്റേബിൾ വീഡിയോസ് ആണ്. സെൽഫി ക്യാമറ 1080p 30 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ സെൽഫി ക്യാമറയിൽ 4K റെക്കോർഡിംഗ് ഒന്നും വരുന്നില്ല. വീഡിയോ പെർഫോമൻസും ജസ്റ്റ് ഓക്കെ ഡീസെന്റ് ആണ്. എന്നാൽ ഇഷ്ടം പോലെ AI ഫീച്ചേഴ്സ്, അതായത് ക്യാമറ ബേസ്ഡ് അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ ബേസ്ഡ് AI ഫീച്ചേഴ്സ് ഇങ്ങനെ കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ഫോട്ടോസും വീഡിയോസ് സെലക്ട് ചെയ്താൽ ഇവിടെ ഒരു AI ഇൻസ്റ്റന്റ് ക്ലിപ്പിന്റെ ഒരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്താൽ വ്ളോഗ് സ്റ്റൈലിലുള്ള വീഡിയോസ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി കിട്ടും. പിന്നെ AI എഡിറ്റ് ജീനി അറിയാലോ, നമുക്ക് സംസാരിച്ച് പ്രോംപ്റ്റ് എഴുതി കൊടുക്കാം. എന്നിട്ട് ആ പ്രോംപ്റ്റ് അനുസരിച്ചുള്ള AI എഡിറ്റ് നമുക്ക് ചെയ്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ജാക്കറ്റ് വേണം, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോയിൽ സൺഗ്ലാസസ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇടണമെങ്കിൽ വോയിസ് പ്രോംപ്റ്റ് വഴി നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഗാലറി ആപ്ലിക്കേഷൻ തുറന്നു നോക്കിയാൽ അറിയാലോ, നോർമലി റിയൽമി ഫോൺസിൽ വരുന്ന AI റീകമ്പോസ്, AI ഇറേസർ, AI അൾട്രാ ക്ലാരിറ്റി, AI പെർഫെക്റ്റ് ഷോട്ട്, അൺബ്ലർ, AI ലാൻഡ്സ്കേപ്പ്, ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 5G റിസപ്ഷൻ, കോൾ ക്വാളിറ്റി, ഡൗൺലോഡ് സ്പീഡ് അവിടെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. Wi-Fi 6, Bluetooth 5.4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC വരുന്നില്ല, എന്നാൽ IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നോർമൽ വൈബ്രേഷൻ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. ആക്ച്വലി ഈ വീഡിയോ ലോഞ്ചിന് മുന്നേ ആയിരിക്കും വരുന്നത്, ചെറിയൊരു എക്സ്ക്ലൂസീവ് വീഡിയോ പോലെ. അതുകൊണ്ട് എക്സാക്ട് പ്രൈസിങ് ഇപ്പൊ എനിക്ക് അറിയില്ല. സോ ഈ ഒരു ഫോൺ ഒഫീഷ്യലി ലോഞ്ച് ആയതിനു ശേഷം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എക്സാക്ട് പ്രൈസ് മെൻഷൻ ചെയ്യാം. നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനും അറിയാലോ, എല്ലാ കഥയൊക്കെ. സോ അതനുസരിച്ച് പ്രൈസിങ് അഗ്രസീവ് ആണോ നല്ലതാണോ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. This is your friend Mr. Vivek signing off.